ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ഗാർലിക് പേസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ മന്തീൻ്റെ കൂടെയൊക്കെ നമുക്കിവിടെ കിട്ടുന്ന ആ ഗാർലിക് സോസാണിത്. പിന്നെ ഗ്രിൽഡ് ചിക്കൻ്റെ ഒപ്പം നഗറ്റ്സിൻ്റെ ഒപ്പം ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ പറയുന്നത്. അതിന് നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടത് 2 കോഴിമുട്ട, ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സ്പൂണോളം വരും. പിന്നെ 1.5 അല്ലി വെളുത്തുള്ളി, ഈ വെളുത്തുള്ളി നല്ല വലുതാണ്. പിന്നെ ഒരു 3/4 കപ്പ് ഓയിൽ, ഞാനിവിടെ എടുത്തേക്കണത് കോൺ ഓയിലാണ്. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബ്ലെൻഡർ എടുത്ത് വയ്ക്കുക, അതിലേക്ക് കോഴിമുട്ടയും പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കണം ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം ഒന്ന് പൾസ് ചെയ്യുക, വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, എന്നിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയൊക്കെ നല്ലോണം അരയാൻ വേണ്ടിയിട്ടാണിത് പൾസ് ചെയ്തെടുക്കണത്. പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. മുഴുവൻ ഇപ്പോൾ ഒഴിക്കരുത്, കുറേശ്ശെ വേണം. നമുക്ക് ആ കട്ടി കിട്ടണം, എത്രത്തോളം കട്ടി വേണോ അത്രത്തോളം ഓയിൽ നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒഴിക്കണം. ആദ്യം തന്നെ ഫുൾ ഒഴിക്കരുത്. ഇപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ കട്ടി വേണമെന്ന് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം 1-ലിടുക, പിന്നെ 2-ലിടുക. അങ്ങനെ സ്പീഡ് ഒറ്റയടിക്ക് കൂട്ടരുത്, മെല്ലെ കൂട്ടി അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ ഒന്നും കൂടെ തിക്നെസ് ഇഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ 3/4 കപ്പ് ഓയിൽ എടുത്തതിൽ 2 സ്പൂൺ മാത്രം മാറ്റി എനിക്ക് ബാലൻസ് കിട്ടി. ബാക്കിയൊക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തപ്പോൾ നല്ല ക്രീമി ആയിട്ട് ഇതേപോലെ വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ ഒപ്പം കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മന്തി ഞാനിവിടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഇത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ 1-2 പേര് ചോദിച്ചിരുന്നു അതിൻ്റെ റെസിപ്പിക്കും കൂടെ ഇടാൻ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.